ഹേയ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. പൊളിക്കാനും പൊളിച്ച് കാണാനും കണ്ട് രസിക്കാനുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഗെയിമിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിം, അതായത് ഫൺലാൻഡ് സോൺ അല്ലെങ്കിൽ ഫൺലാൻഡ് കാർസ് എന്നുള്ളൊരു ഗെയിമാണ് അത്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ അതായത് ഈ ഗെയിമിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കട തുടങ്ങും, അല്ലെങ്കിൽ ഒരു ഓഫീസ് തുടങ്ങും. ആ ഓഫീസിൽ നമ്മൾ ഒരു കാറ് സെല്ല് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കാർ ഫോർ സെല്ലൊക്കെ ഇല്ലേ, അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കട ഇപ്പോൾ ക്ലോസും കാറിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഞാൻ നോക്കിയിട്ടില്ല. എങ്കിലും നമുക്കിപ്പോൾ കാണിക്കാൻ നോക്കുന്നത്, നമ്മളിപ്പോൾ ബസ്സിൽ കയറി ട്രാവൽ ചെയ്യാൻ പോവാണ്. നമ്മുടെ നെയ്ബർഹുഡിലോട്ട് പോകാൻ പോകും, അതായത് നമ്മുടെ നെയ്ബറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന മച്ചാന്മാരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും കാറിലൊക്കെ ചെയ്തേക്കുക. അപ്പോൾ കേസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മച്ചാന്മാർ, നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളിപ്പോൾ ആ നെയ്ബറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ, അതായത് നമ്മുടെ സെല്ലിൻ്റെ ഈ കടയുടെ ഫോട്ടോയും കാറിലൊക്കെ ഉണ്ട്, അവിടെ ഒരു പോസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു നീല കളറുള്ള സാധനം കാണുന്നുണ്ട്. അതാണ് നമ്മൾ കാർ സെയിൽ ചെയ്യാൻ പോകുന്ന കാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെയ്ബർ. പുള്ളിയോട് നമുക്ക് സംസാരിച്ച് നോക്കാം, ടോക്ക് ചെയ്യാം. യു ക്യാൻ ഓൾ സീ ഓൾ ദി ഡീറ്റെയിൽസ് ഓഫ് കാർ. ഓക്കെ, ഈ കാറിന് ചിലതായിട്ടുള്ള ഹിഡനും കാറിലുണ്ട്, അതായത് ചിലതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഈ കാറിലൊക്കെ നമുക്ക് ബൈയും കാറിലൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാറൊന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. കാറിലും നോക്കിയാൽ തന്നെ നോക്കിയിട്ടൊരു സൂപ്പറായിട്ട് ലുക്കൊക്കെ ഉണ്ട്, എങ്കിലും വില്ലായിട്ടില്ലെങ്കിലും കാണാം. അപ്പോൾ നമ്മൾ കാറിലും നമ്മൾ മേടിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാറിനകത്ത് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പം നടന്ന് വരെ അങ്ങ് വരെ പോകണമെന്നാണ് തോന്നുന്നത്. അല്ല, കാറും കൊണ്ടാണ് പോകേണ്ടത്. അതായത് കാറ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. അപ്പോൾ കാറും കൊണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ എൻ്ററിലാണ് പോകേണ്ടത്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഈ സ്റ്റോപ്പ്, ബ്രേക്ക് എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ നമുക്ക് കാർ ഓടിക്കാം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോവാം. വണ്ടിയൊക്കെ സാധനം കാറിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ്, നമ്മുടെ സൗണ്ട് എന്താ ഞാൻ കുറച്ച് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗെയിമിൻ്റെ സൗണ്ട് കാരണം എൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോസിലും ഞാൻ സൗണ്ട് കുറച്ച് ചെയ്യുന്നത്. എന്തായാലും ഇനി ഒരു ദിവസം ഞാൻ നോക്കട്ടെ, സൗണ്ട് വെച്ച് കളിക്കാൻ നോക്കാം. പക്ഷേ സൗണ്ട് വെച്ചാലും കേൾക്കില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫൺലാൻഡ് കാർസ് എന്ന് പറയുന്ന ആ ഒരു ഷോറൂം, അല്ലെങ്കിൽ ആ ഒരു ഓഫീസ്, ആ ഒരു കാർ സെയിൽ എന്ന് പറയുന്ന കടയിലോട്ട് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഓഫീസിൻ്റെ അകത്തായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറുണ്ട്, അവിടെ പോകണം. അവിടെ പോയിട്ട് എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. വെബ് പേജ് എന്ന് പറയുന്നുണ്ട്, അതായത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നോട്ട് ഇൻ ദ ഓഫീസ് എന്നാണ് കാണിക്കുന്നത്. അതായത് വണ്ടി ഇനിയിപ്പോൾ ഓഫീസിൻ്റെ അകത്ത് കയറ്റണമെന്നാണ് തോന്നുന്നത്. ഓക്കെ, കാർ ഫോർ സെയിൽ എത്ര രൂപ നമ്മൾ കൊടുക്കും? നമുക്കൊരു എന്തായാലും 1 ലക്ഷമാണ്, ഒരു 3 ലക്ഷമൊക്കെ കൊടുക്കാം അല്ലേ? അതായിരിക്കും പറ്റിയത്. 3 ലക്ഷമൊക്കെ കൊടുക്കണം. പക്ഷെ ഞാൻ നോക്കട്ടെ. യു ഡു നോട്ട് ഹാവ് എ ഫോട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ കാറിൻ്റെ ഫോട്ടോ ഇല്ല, പക്ഷെ നമ്മുടെ മൊബൈലും ഇല്ല. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല, എങ്ങനെ കാറ് സെയിൽ ചെയ്യേണ്ടതെന്നൊന്നും. ഞാൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ സെയിലും കാറിലൊക്കെ ചെയ്ത് എത്ര പേര് ഈ കാർ മേടിക്കുന്നു, എത്ര പേര് വരുമോയെന്നോ നമ്മുടെ കടയിലോട്ട് വരുമോയെന്നൊന്നും അറിയത്തില്ല. എന്തായാലും കാറിലും കൊള്ളാം. പിന്നെ നോക്കട്ടെ. ഒരു ഗൈസ്, പുതിയതായിട്ട് ഒരു അൺലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അൺലോക്ക് വന്നിട്ടുണ്ട്. സ്പോഞ്ചല്ല, ഷോ ഡീറ്റെയിൽസ്. ഓക്കെ, നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് എന്തായാലും ഒന്നുകൂടി നമ്മുടെ കമ്പ്യൂട്ടറിലോട്ടൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. എനിക്ക് തോന്നുന്നത് നോട്ട് ഇൻ ദ ഓഫീസ് സെല്ല് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, കാർ ഫോർ സെയിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തോന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ക്ലിക്കും കാറിലൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഞെക്കിയിട്ടൊക്കെ നോക്കാം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കാർ, നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാർ അകത്തേക്ക് ഇടാം.
അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാർ അതിൻ്റെ അകത്തോട്ട് ഇടാനാണ് പറയണത്. നോട്ട് ഇൻ ദ ഓഫീസ് എന്ന് വെച്ചാൽ എന്തുവാ, ഓഫീസിനകത്ത് ഇല്ലെന്നാണോ എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്ക് കാർ എന്തായാലും നമുക്ക് അതിനകത്തോട്ട് ഇടാം. അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കാറിൻ്റെ പുറത്തോട്ട് ഇറങ്ങാം. കാറിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി നമുക്ക് വീണ്ടും നമുക്ക് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് പോവാം. എന്നിട്ട് നമുക്ക് വെബ് പേജ് എടുത്തിട്ട് ലോഡിങ് ആകുന്നുണ്ട്. നോട്ട് ഓൺ സെയിൽ എന്ന് കൊടുക്കുന്നുണ്ട്. പോസ്റ്റ് ലൈറ്റ്. അപ്പോൾ നമുക്ക് പൈസ കൊടുക്കാം. എത്ര രൂപ കൊടുക്കണം ഗൈസ്? എത്ര കൊടുക്കും ഞാൻ ആലോചിക്കട്ടെ ഗൈസ്. നമുക്ക് ഒരു 3 ലക്ഷം കൊടുക്കാം. ഓക്കെ, ഒറ്റ 100,000 10,000 അത്ര 3 ലക്ഷം ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കാറിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ചെയ്യേണ്ടതെന്നൊരു പുതുസം അവർ കാണിക്കുന്നില്ല. ഇനിയും ഡോളർ വല്ലതും ആണോ കേസ് എനിക്കറിയത്തില്ല. കാരണം ഇത് അമേരിക്കൻ സ്റ്റൈലാണെന്ന് തോന്നുന്നു. അമേരിക്കൻ സ്റ്റൈൽ ഗെയിമൊക്കെ ആയിരിക്കും. എത്രമാത്രം നല്ലതാണെന്ന് അറിയില്ല. അപ്പോൾ വീണ്ടും കാണിക്കുന്നത് ഫോട്ടോ ഇല്ലെന്ന്. അപ്പോൾ ഞാനിപ്പോൾ നോട്ട് ഓൺ സെയിൽ നിന്നാണ്, കാർ ഓൺ സെയിൽ നിന്നായിരിക്കും മിക്കവാറും കാണിക്കണം, അല്ലെങ്കിൽ സെയിൽ നിന്നൊക്കെ ആയിരിക്കും കാണിക്കേണ്ടത്. പക്ഷേ ഇത് നോട്ട് ഓൺ സെയിൽ നിന്നാണ്. ഇനിയിപ്പോൾ ടൈറ്റിൽ അടിക്കണമെന്നാണ് തോന്നുന്നത്. ഇതാണ് താഴോട്ടുണ്ട് കേട്ടോ കാറിൻ്റെ ഈ പ്രൈസ് ഫൈൻഡർ എന്നൊക്കെ. നമുക്കൊരു 40 ലക്ഷം അടിച്ചു നോക്കാം. ഗൈസ് എനിക്ക് തോന്നുന്നത് ഡോളറാണെന്ന് തോന്നുന്നു. ഇനി എന്തൊരു പിടുത്തമില്ല എനിക്ക്. എങ്കിലും നമുക്കൊരു കാര്യം ചെയ്യാം. ഒരുവിധമായി ബിൽസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അല്ല കേസ്. പിന്നെ ഇപ്പം നോട്ട് ഓൺ സെയിലാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ പൈസയും കാരണം അടിക്കാനാണ് ഇവർ പറയണത്. നമുക്കൊരു 8 ലക്ഷം കൊടുക്കാം. ഓക്കെ, അതും നടക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഡോളറായിരിക്കാനാണ് ഇനിയും ചാൻസ് കേസ്. കാരണം ഇത്രയൊക്കെ കൊടുത്തിട്ട് ഒരു പിടി എനിക്ക് കിട്ടുന്നില്ല. ഈ ഗെയിമിൻ്റെ അതിൻ്റെ അകത്തൊരു കമ്പ്യൂട്ടർ കയറ്റി വെച്ചാൽ എനിക്കൊരു കുന്തവും കിട്ടത്തില്ല. ഒരു കുന്തവും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമുക്ക് മൊബൈലാണ് വേണ്ടത്. കാരണം ഫോട്ടോ ഇല്ലെന്നാണ് ഇവർ കാണിക്കുന്നത്. എന്നാലാണെന്ന് തോന്നുന്നു ഈ ആൾക്കാരും വരത്തുള്ളതെന്ന് തോന്നുന്നു, കസ്റ്റമേഴ്സ് വരത്തുള്ളതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. കാറിൻ്റെ ഫോട്ടോയും എടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ മൊബൈലൊന്നുമില്ല. നമ്മുടെ മൊബൈലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ കാറിനുള്ള കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. കാറിന് വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പെട്രോൾ അതൊക്കെ ഉണ്ട്. ആകെ നമ്മുടെ കയ്യിലുള്ള കൈ മാത്രമാണ്. വേറെ ഈ പറയുന്ന ഇതൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ഒരു ദിവസം എങ്ങനെ നമുക്ക് നമ്മുടെ കാർ ഷോറൂം അല്ലെങ്കിൽ നമ്മുടെ കാർ സെയിലിങ് ഷോപ്പിൽ നിന്ന് ഒരു ദിവസം ഈ കാറെങ്കിലും വിറ്റ് പോയാൽ കൊള്ളാറുന്നുണ്ട്. കാരണം അത്രയും പൈസയ്ക്ക് അങ്ങോട്ട് മേടിച്ചാന്ന് എനിക്കറിയത്തില്ല. എത്ര പൈസയ്ക്കാണ് എനിക്കറിയത്തില്ല, ഞാൻ നോക്കില്ല. അപ്പോൾ നമ്മുടെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മൺഡേയാണ്. ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച തന്നെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. കാറ് വെളിയിലിടാം. ഇവർ പറയുന്ന കാറ് വെളിയിലിടാനാണ് പറഞ്ഞേക്കണേ. കാറ് കാറിൽ ഇട്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. ഇവിടെ നിന്നും മൊബൈൽ കിട്ടത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെയല്ല. ആകേശ് ഞാൻ മണ്ടത്തരം കാണിച്ചു. ഇത് ക്ലോസ് എന്നാണ് ഞാൻ കാണിച്ചത്. ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത് നമ്മുടെ കാറും അല്ലെങ്കിൽ നമ്മുടെ ഷോറൂം അല്ലെങ്കിൽ നമ്മുടെ കാർ സെയിലിംഗ് ഷോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് കാർ സെയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മൾ കമ്പ്യൂട്ടറിൽ ചെന്നപ്പോൾ കാർ നോട്ട് ഓൺ സെയിലിന് കാണിച്ചതെന്ന് തോന്നുന്നു. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൽ പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഈ ഗെയിം എന്താ പറയുക, എല്ലാവർക്കും കളിക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും കളിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വെബ് പേജിൽ പോവാം. എന്നിട്ട് നോട്ട് ഓൺ സെയിലാണല്ലോ ഗൈസ് കാണിക്കണേ. നമുക്ക് എന്തായാലും കുറേ അങ്ങ് അടിച്ചു കൊടുക്കാം പൈസ. വീണ്ടും 8 ലക്ഷം കൊടുത്ത്. 8 ലക്ഷമാണ് അത്ര കൊടുത്തിട്ടുണ്ട്. ഞാൻ എണ്ണാൻ പോകുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ 8 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യു ഡു നോട്ട് ഹാവ് എ ഫോട്ടോ എന്നാണ് കാണിക്കണേ. എനിക്കൊരു പിടുത്താൻ കിട്ടുന്നില്ല. നമുക്ക് നോട്ട് ഓൺ സെയിലാണല്ലോ ഗൈസ് കിട്ടണേ. ഓക്കെ, അവിടെ നിന്നും പോയി നമുക്കൊരു കാര്യം ചെയ്യാം. RA ബാങ്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതേ നമുക്കൊന്ന് പിടിച്ചേക്കാം. വെൽക്കം RA ബാങ്ക്. അപ്പോൾ ക്യാഷ് വാല്യൂ $5, $5,000 അത്ര അങ്ങനെയാണെന്ന് തോന്നുന്നു. $5,000 ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പം ഏകദേശം നോട്ട് ഓൺ സെയിലാണ് വീണ്ടും കാണിക്കണേ. എനിക്കൊരു കുന്തവും മനസ്സിലാവുന്നില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. വെബ് പേജിൽ പോയിട്ട് നമുക്ക് എനിക്കൊന്ന് കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞെടുത്തായിരുന്നു തോന്നുന്നു കേസ്. ഇനിയും ഞെക്കണ്ടതെന്ന് തോന്നുന്നു, ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം.
എടാ മോനെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ വെറും 25 കൊടുത്താൽ മതി. ഡോളറായിരുന്നു. ഞാൻ വെറും മണ്ടൻ. അല്ല ഗൈസ്, മൈ കാർ ഫോർ സെയിലിൽ പോകണം, മനസ്സിലായോ? ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ, കാർ ഫോർ സെയിലിൽ പോകണം. നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ പോലെ ഞാൻ ഇത്ര നേരം എന്തൊക്കെ കാണിച്ച് എനിക്ക് പോലും അറിയത്തില്ല. എന്തായാലും ഇനിയും തൊട്ട് നമുക്ക് ഇവനോട് നമുക്ക് കുറച്ച് സംസാരിക്കാം. ഹേ ബ്രോ, ഹൗ അറിയൂ എന്നൊക്കെ കൊടുക്കും. എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ആൾക്ക് നല്ല ഇതൊക്കെ ഉണ്ട് എന്നൊക്കെയാണ്. ഇവനെ കണ്ടിട്ട് റിച്ച് പാർട്ടീസാണെന്ന് തോന്നുന്നു. ഇവരെയൊക്കെ കണ്ടിട്ട് റിച്ച് പാർട്ടീസാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇവൾ പറയുന്ന ഇവളുടെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണ് ഈ കാറ്. എനിക്കൊന്ന് സെല്ല് ചെയ്ത് തരുമോ എന്നൊക്കെയാണ് ഇവർ ചോദിക്കണേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു അപ്പച്ചനുണ്ട്, അതായത് ഒരു വയസ്സായ പുള്ളിക്കാരനുണ്ട്. പുള്ളിയെ കണ്ടിട്ട് പുള്ളി ഒരു പാവത്താനെ പോലെയാണ് തോന്നുന്നത്. അതായത് പാവപ്പെട്ട ഒരു പുള്ളിയാണെന്ന് തോന്നുന്നു. പുള്ളിക്ക് എന്തായാലും നമുക്ക് കാറങ്ങ് സെല്ല് ചെയ്ത് കൊടുത്തേക്കാം. കാരണം പുള്ളി കാറില്ലാതെ വന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പുള്ളിക്ക് കാറങ്ങ് കൊടുത്തേക്കാം. ഒരു പേടിക്കും വേണ്ട മച്ചാനെ ഞങ്ങൾ തന്നിരിക്കും കാറ്. ഷുവറായിരിക്കും. നമുക്ക് എന്തായാലും പുള്ളിക്ക് സെല്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാവരും മറ്റേമാർ ദേഷ്യപ്പെട്ടാന്ന് തോന്നുന്നു, പോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഷോറൂം കാരണം നമുക്ക് അടച്ചിട്ടൊക്കെ പോവാം. അടച്ചിട്ട് തന്നെ അതെങ്ങനെയും കിടക്കട്ടെ, ആരും വന്ന് പിടിക്കാനൊന്നുമില്ല, കാറൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകാം. അതായത് നമ്മുടെ വീടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് നാളെ രാവിലെ എണീറ്റ് വീണ്ടും നമുക്ക് ചെയ്യാം. അത് നമുക്ക് അടുത്ത പാർട്ടി ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ നമുക്ക് കാർ ഫോർ സെയിലിൻ്റെ പാർട്ട് 2 നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടും കാറിലും. അപ്പോൾ നമ്മുടെ വീടും കാറിലും ഇതാണ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ വീട്. അപ്പോൾ നമുക്ക് സ്ലീപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ദിവസത്തെ പറ്റി എൻഡ് ഓഫ് എ റിപ്പോർട്ട് എന്ന് വെച്ചാൽ മണി സ്പെൻഡ് ചെയ്തത് 2540 രൂപയാണ്. 2540 രൂപ. മണി ഏൺ ചെയ്തത് $25,000. അപ്പോൾ ഈ റിസൾട്ട് പറഞ്ഞിത്ര. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. നമുക്ക് അടുത്ത പാർട്ടി കാണാം. ബൈ ബൈ, സി യു ഓൾ.